നമുക്ക് സ്റ്റേറ്ററിൽ നിന്നും തുടങ്ങാം. ഇത് മോട്ടോറിന്റെ പുറത്തുള്ള അനങ്ങാത്ത ഭാഗമാണ്. അതിനുള്ളിൽ വയർ കോൺഫിഗറേഷൻ ശ്രദ്ധിക്കൂ. 120 ഡിഗ്രീസ് അകലത്തിൽ 3 ഡിസ്റ്റിങ്ക്ട് സെറ്റ് ഓഫ് വയർ കോയിൽസ് അതിന്റെ ഉള്ളിൽ സ്പേസിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഫിസിക്കൽ സ്പേസിംഗ് അതിന്റെ പവർ സോഴ്സുമായി കൃത്യമായും അലൈൻ ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് 3 സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ വേവ്സ് വ്യത്യസ്ത സമയങ്ങളിൽ പീക്ക് ആകുന്നു. കൃത്യമായ ആ 120 ഡിഗ്രി ഇന്റർവെല്ലിൽ ഓരോരോ കോയിലിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് സെൻട്രൽ വോയിഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇൻഡിവിജ്വൽ ഫീൽഡ്സ് അവയുടെ ആൾട്ടർനേറ്റിംഗ് കറന്റിനനുസരിച്ച് സ്ട്രോങ് ആകുകയും വീക്ക് ആകുകയും ചെയ്യുന്നു. ഈ 3 കോയിൽസും ഫിസിക്കലി സ്പേസ് ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ട് അവയുടെ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഒന്നിച്ച് മെർജ് ചെയ്യുന്നു. ആ 120 ഡിഗ്രി ടൈമിംഗ് ഓഫ്സെറ്റ് കാരണം ഒരു കോയിലിന്റെ ഫീൽഡ് വീക്ക് ആകുമ്പോൾ അടുത്ത കോയിലിന്റെ ഫീൽഡ് സ്ട്രോങ് ആകുന്നു. ഇത് കാരണം ആ കമ്പൈൻഡ് വെക്ടർ ഒരു കോൺസ്റ്റന്റ് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ആ സർക്കിളിലൂടെ സ്മൂത്ത്ലി കറങ്ങുകയും ചെയ്യുന്നു. ഈ പ്രത്യേക പ്രതിഭാസത്തെയാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റർ വോയിഡിനുള്ളിൽ കറങ്ങുന്ന ഒരു റിജിഡ് ഇൻവിസിബിൾ മാഗ്നറ്റിക് പോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ സ്പീഡ് ആൾട്ടർനേറ്റിംഗ് കറന്റുമായി മാത്തമാറ്റിക്കലി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെ സിൻക്രണസ് സ്പീഡ് അല്ലെങ്കിൽ ns എന്ന് പറയുന്നു. ഇക്വേഷൻ ഇങ്ങനെയാണ്: ns = 120 f/p. ഇവിടെ വെലോസിറ്റി തീരുമാനിക്കുന്നത് ഗ്രിഡ് ഫ്രീക്വൻസി f, പിന്നെ സ്റ്റേറ്ററിലെ ഫിസിക്കൽ വയർ പോൾസിന്റെ എണ്ണം pm ആണ്. സ്റ്റേറ്റർ അനങ്ങാതിരിക്കുന്ന ഇലക്ട്രിക്കൽ വേവ്സിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫിസിക്കൽ റൊട്ടേഷനായി മാറ്റുന്നു.